ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ റഷ്യയും ഇന്ത്യയും ചേർന്ന് തയ്യാറാക്കിയ ഒരു സൂപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ. ഈ ഒരു മിസൈൽ രൂപപ്പെടുത്തി ഇത്രയും വർഷമായിട്ട് കൂടിയും ഈ സൂപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ കാറ്റഗറിയിൽ ഇതിനെ വെല്ലാൻ മറ്റൊരു മിസൈലും ഇന്നുവരെയും ഇല്ല. അത്രത്തോളം ഇന്ത്യയുടെ പേര് ഇത് ലോകത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടി. ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ഈ ഒരു ആധിപത്യത്തിന് വളരെ പെട്ടെന്ന് ഒരു പ്രശ്നം വരാൻ പോകുന്നു. അതെ, 2025 മുതൽ 2027 കാലഘട്ടത്തിൽ നമ്മുടെ DRDOയ്ക്കും ബ്രഹ്മോസ് എയർ സ്പേസിനും വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മൾ ചില വേരിയന്റ് അല്ലെങ്കിൽ ബ്രഹ്മോസിൽ ചില അപ്ഡേറ്റ്സ് ചെയ്യാതിരുന്നാൽ നമ്മളെ പിന്തള്ളി, നമ്മുടെ ബ്രഹ്മോസിനെ പിന്തള്ളി ആ നമ്പർ 1 പൊസിഷൻ പിടിക്കാൻ ജർമ്മനി, UK, ഫ്രാൻസ്, സൗത്ത് കൊറിയ ഇങ്ങനെ പല നാടുകൾ മത്സരിച്ച് മിസൈൽ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ DRDO ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പോകുന്നു? സത്യത്തിൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന്റെ നമ്പർ 1 പൊസിഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കുമോ? അതുമാത്രമല്ല, തായ്വാനിൽ ആക്രമണം അധികമായിട്ടുണ്ട്. അവരുടെ ഡിഫൻസ് സിസ്റ്റം, അവരുടെ മുഴുവൻ സൈന്യവും റെഡിയാണ് എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യത്തെ കാര്യം, ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈൽ. ലോകം മുഴുവനും ഈ ഒരു മിസൈൽ വളരെ ഡെഡ്ലിയായി മാറിയതിന് കാരണം, വളരെ പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ആക്യുറസി മാത്രമല്ല, ഇതിന്റെ വേഗതയുമാണ്. മാക് 3 വേഗത്തിൽ അല്ലെങ്കിൽ 3+ വേഗത്തിൽ ഇത് യാത്ര ചെയ്താലും ഇതിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്നത് -1 മീറ്റർ ആണ്. ഒരു ടാർഗറ്റിനെ നമ്മൾ ലക്ഷ്യം വെച്ച് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 1 അടി 2 അടി വ്യത്യാസത്തിൽ പോലും ഈ മിസൈൽ പോയി അറ്റാക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഇതൊരു ഡെഡ്ലി മിസൈൽ തന്നെയാണ്. ഇതിന്റെ കൂടെ മത്സരിക്കുന്ന മറ്റ് മിസൈൽസ് ഒന്നും ഒരിക്കലും ബ്രഹ്മോസിന്റെ അടുത്ത് എത്താൻ പോലും സാധിച്ചിട്ടില്ല. അത്രത്തോളം ലോകത്തിലെ സൂപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ കാറ്റഗറിയിൽ ഇന്നുവരെയും നിലനിൽക്കുന്നത് നമ്മുടെ ബ്രഹ്മോസ് മാത്രമാണ്. ഇത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും പറയാം, വളരെ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് റഷ്യയുമായി ചേർന്ന് ഇന്ത്യ നിർമ്മിച്ചതായാലും 2 നാടുകളുടെയും കൊളാബറേഷൻ ഇതിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ, ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ നിന്നും പോയതാണ്. ഇതിനെ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഇന്ത്യയുടെ അഭിമാനം ഇത് ഇത്രയും നാൾ നിലനിർത്തി. എന്നാൽ ഈ ബ്രഹ്മോസിന് 2025 ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. അത് എന്തെന്ന് ചോദിച്ചാൽ, ലോകത്തിലുള്ള എല്ലാ ആന്റിഷിപ്പ് മിസൈൽസും സബ്സോണിക് കാറ്റഗറിയാണ്. ശബ്ദത്തിന്റെ വേഗതയെക്കാട്ടിലും വളരെ കുറഞ്ഞ വേഗതയിൽ പോകുന്ന മിസൈൽസ് ആണ്. എന്നാൽ ബ്രഹ്മോസ് എന്നത് വിപരീതമാണ്. ഇപ്പോൾ പല നാടുകൾ ചെയ്തത് ബ്രഹ്മോസിന് തുല്യമായി മറ്റ് മിസൈൽസ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമായി നോർവേയുടെ കോങ്ബർഗ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, ജർമ്മനിയുടെ MBDA, ഇവർ രണ്ടുപേരും ചേർന്ന് 3SM ടൈപ്പിൽ ഒരു ആന്റിഷിപ്പ് മിസൈൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് ആദ്യം ലാൻഡ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നാണ് നിർമ്മിക്കുക എന്ന വിവരം വന്നാലും ഈ 2 നാടുകളുടെയും പക്കൽ നിന്നും ഇതുവരെയും ഇതിന്റെ പേപ്പർ വർക്ക്, അടുത്ത പ്രൊഡക്ഷൻ ലൈൻ, അതിന്റെ ടൈം ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ വളരെ ദിവസമായി അവർ ഈ പ്രോജക്റ്റിൽ തന്നെ ജോലി ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി റിസർച്ച് നടത്തുന്നു. എങ്ങനെയെല്ലാം ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ഔട്ട്കംസ് ഓവർകം ചെയ്ത് ഒരു മിസൈൽ നിർമ്മിക്കാൻ സാധിക്കും എന്നതിന്റെ റിസർച്ചുകൾ നടത്തുകയാണ്. അടുത്ത് നമുക്കുള്ള ഏറ്റവും വലിയ ഭീഷണി സൗത്ത് കൊറിയയാണ്. ഈ സൗത്ത് കൊറിയ അല്ലാതെ ഫ്രാൻസ്, UK ഈ നാടുകൾ ചേർന്ന് ഇതുപോലുള്ള ആന്റിഷിപ്പ് മിസൈൽസ്, സൂപ്പർസോണിക് ആന്റി മിസൈൽസ് തുടങ്ങാൻ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. 26-നോ 27-നോ ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നാൽ സൗത്ത് കൊറിയയുടെ ഈ സൂപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ പ്രോജക്റ്റ് എയർ ലോഞ്ച്ഡ് വേർഷൻ ആണെന്ന് പറയുന്നു. നേരത്തെ തന്നെ നമ്മുടെ ബ്രഹ്മോസിനും ഒരു എയർ ലോഞ്ച്ഡ് വേർഷൻ നമ്മൾ റെഡി ചെയ്തിരുന്നു. ബ്രഹ്മോസ് NG എന്നത് എല്ലാ വിമാനങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന മിസൈലാണ്. ബ്രഹ്മോസ് എയർ ലോഞ്ച്ഡ് വേർഷൻസ് അത് Su-30 നിന്ന് മാത്രമേ ലോഞ്ച് ചെയ്യാൻ സാധിക്കൂ. ബ്രഹ്മോസ് NG ആണ് തേജസ്, ജാഗ്വാർ തുടങ്ങിയ പല വിമാനങ്ങളിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാറ്റഗറിയിലുള്ളത്. എന്നാൽ ഇവർ തുടക്കത്തിൽ തന്നെ എയർ ലോഞ്ച് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളത് ബ്രഹ്മോസിന് നേരിട്ട് തന്നെ ഒരു എതിരാളിയായി കണക്കാക്കപ്പെടുന്നു. അവസാനമുള്ളത് ജപ്പാന്റെ ASM-3A പ്രോജക്റ്റ്. ഇതൊരു ആന്റിഷിപ്പ് മിസൈൽ പ്രോജക്റ്റ് ആണ്. എന്നാൽ ഇതിന്റെ റേഞ്ച് 400 കിലോമീറ്റർ വരെ ഉണ്ടാകും. ശബ്ദത്തിന്റെ വേഗതയെക്കാളും 3.5 വേഗത്തിൽ, മാക് 3.5+ വേഗത്തിൽ പോകാൻ സാധിക്കും എന്ന് ജപ്പാൻ ഗവൺമെന്റ് ഈ ഒരു പ്രോജക്റ്റിനെ ഒഫീഷ്യലായി തന്നെ അറിയിച്ചു. അത്രത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് ജപ്പാനിത്. ഇപ്പോൾ ഇത്രയും നാടുകളാണ് ബ്രഹ്മോസിന് എതിരാളിയായി പുറം ലോകത്തിന് അറിയാവുന്ന നാടുകൾ. ഇനിയും മറ്റു പല നാടുകൾ ഒരുപക്ഷെ രഹസ്യമായി ചെയ്യുന്നുണ്ടാകാം. ചില നാടുകൾ ബ്രഹ്മോസിന്റെ അടുത്തുവരെ എത്തിയിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ നാടുകൾ മാത്രമാണ് ബ്രഹ്മോസിനെ ഡിഫീറ്റ് ചെയ്യേണ്ട റേസിലുള്ളത്. ശരി, അങ്ങനെ അവർ നിർമ്മിച്ച് അവസാനിപ്പിച്ചാലും ബ്രഹ്മോസിന്റെ സ്ഥാനം അവർക്ക് കരസ്ഥമാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് 2027 വരെയും സമയമുണ്ട്. കാരണം ഇവർ ആരും ഇതുവരെയും ഈ മിസൈൽ രൂപപ്പെടുത്തിയിട്ടില്ല. അതിന്റെ പ്രോജക്റ്റ് മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ 2027-നുള്ളിൽ ബ്രഹ്മോസിന് അടുത്ത അപ്ഡേറ്റ് ചെയ്യണം. അവസാനമായി നമ്മൾ ബ്രഹ്മോസിൽ ചെയ്ത അപ്ഡേറ്റ് അതിന്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല, 2 മാസത്തിന് മുൻപ് ചെയ്ത ടെസ്റ്റിൽ അതിന്റെ മാനുവറബിലിറ്റി,
ടാർഗറ്റിന് അടുത്ത് എത്തുന്നതിന് മുൻപ് അതൊരു എസ് ബെൻഡ് ചെയ്യും. അതിൻ്റെ എഫിഷ്യൻസി അധികമാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അവസാനമായി ബ്രഹ്മോസിൽ ചെയ്ത അപ്ഡേറ്റ്. എന്നാൽ ഇത് മാത്രം പോരാ. ലോകം മുഴുവനും മാർക്കറ്റ് നോക്കുമ്പോൾ ഒരുപാട് നാടുകൾ കുറഞ്ഞ വിലയിൽ ഒരുപാട് ആയുധങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയിൽ ബ്രഹ്മോസിന്റെ നമ്പർ 1 പൊസിഷൻ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരുപാട് അപ്ഡേറ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയും റഷ്യയും ചേർന്ന് ചെയ്യണമെന്ന് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ഇന്ത്യ അത് ചെയ്യും. ഇതിനിടയിൽ ലാസ്റ്റ് UPA ഗവൺമെന്റ് 2014 മുൻപുണ്ടായിരുന്ന ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു. ശിവതാനു പിള്ളൈ, ഇദ്ദേഹം ബ്രഹ്മോസിന്റെ CEO ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ ലെറ്റർ ഇപ്പോൾ ഓൺലൈനിൽ ലീക്കായി. അതിൽ പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മോസിന്റെ എക്സ്പോർട്ട് 2014 മുൻപ് തന്നെ ഫിലിപ്പീൻസിന് കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ അപ്പോൾ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആവശ്യമില്ലാതെ ഫിലിപ്പീൻസിന് കൊടുത്താൽ അത് കാരണം ചൈന ദേഷ്യപ്പെടും, ദേഷ്യത്തിൽ നമുക്കും ചൈനയ്ക്കും ഇടയിൽ വീണ്ടും വീണ്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്തിൽ അവരത് ചെയ്തില്ല. ആ ഒരു തെറ്റ് കാരണം, ആ ഒരു തടസ്സം കാരണം നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ എന്നത് ഇത്രത്തോളം ഡിലേ ആയി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാരണമായി മാറിയെന്ന് ആ ലെറ്ററിൽ ഒരുപാട് വിവരങ്ങൾ പറഞ്ഞിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ ബ്രഹ്മോസ് എയ്റോസിന്റെ അധികാരികൾ, ഇന്തോ റഷ്യ അധികാരികൾ ഫിലിപ്പീൻസിന് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അന്ന്. എന്നാൽ അപ്പോഴുള്ള മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു തടസ്സം പറഞ്ഞു. തങ്ങളുടെ ഗവൺമെന്റ് ക്ലിയറൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഫിലിപ്പീൻസിൽ പോകാൻ കഴിയില്ല എന്ന് ആദ്യത്തെ തടസ്സം ബ്രഹ്മോസിന് സംഭവിക്കുന്നു. രണ്ടാമത്തെ തടസ്സം, അവിടെയുള്ള അധികാരികൾ ഇവിടേക്ക് വന്ന് ഇവിടെയുള്ള ഇൻഡസ്ട്രി ചുറ്റി നോക്കേണ്ട ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഫോറിനിൽ നിന്നും ആ നാട്ടിൽ ഒഫീഷ്യൽസ് വന്നു, ഫോറിനിൽ നിന്നും അവിടെയുള്ള ഒഫീഷ്യൽസ് ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ താല്പര്യം ഇല്ലാതെ വരില്ല. ഒരു മിസൈൽ വാങ്ങണം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇവയെല്ലാം തിരയാൻ വേണ്ടിയാണ്, ആ ഇൻഡസ്ട്രി കാണാൻ വേണ്ടിയാണ് ആ ഒരു പേരിൽ അവർ നാട്ടിലേക്ക് വരിക. അതിനെങ്കിലും പെർമിഷൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴുള്ള ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അതിനുള്ള അനുവാദം നൽകിയില്ല. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്കൊരു ചോദ്യം വരാം, അങ്ങനെയെങ്കിൽ ഗവൺമെന്റ് ബ്രഹ്മോസിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല എന്ന്. ആ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഫണ്ട് കൊടുത്തത്, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ വലിയൊരു തടസ്സം തന്നെ ഉണ്ടായി. ചൈന ഇന്ത്യയോട് ദേഷ്യപ്പെടും, അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല എന്നവർ പറഞ്ഞ ഒരു തെറ്റ് കാരണം, ഒരു തടസ്സം കാരണം നമ്മുടെ ബ്രഹ്മോസിന്റെ എക്സ്പോർട്ട് എന്നത് ഇത്രയും വർഷങ്ങൾ തള്ളിപ്പോയി. നമ്മുടെ ആദ്യത്തെ എക്സ്പോർട്ട് തന്നെ ചില മാസങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചത്. അവർ അപ്പോൾ തന്നെ അതിന് ശരി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ പല വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബ്രഹ്മോസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുമായിരുന്നു. ലോക അളവിൽ അതിൻ്റെ മതിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അടുത്ത കാര്യം തായ്വാനാണ്. തായ്വാനെതിരെ 2 ദിവസമായി ചൈന അവരുടെ മിലിറ്ററി ഡ്രിൽ ചെയ്തു. അതിൻ്റെ കോഡ് നെയിം ജോയിന്റ് സ്വേർഡ് എന്നായിരുന്നു. ആ ഡ്രിൽ ചെയ്യാനുള്ള പ്രധാന കാരണം എങ്ങനെയെങ്കിലും തായ്വാനെ പെട്ടെന്ന് ചുറ്റി വളയ്ക്കണം. ചൈന എത്രത്തോളം തായ്വാനെ ക്യാപ്ചർ ചെയ്യുമെന്നുള്ളതിൻ്റെ അവരുടെ റെഡിനെസ് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡ്രിൽ ചെയ്തത്. ഇപ്പോൾ തായ്വാൻ ഒഫീഷ്യലായി പറഞ്ഞൊരു കാര്യം, ചൈനയിൽ നിന്നുള്ള ഭീഷണി അധികമായിട്ടുണ്ട്. അവരുടെ നുഴഞ്ഞുകയറ്റം എന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ഇല്ലാത്ത അളവിൽ അധികമായിട്ടുണ്ട്. ഞങ്ങളുടെ മുഴുവൻ സൈന്യത്തെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം എല്ലാം ആക്റ്റീവ് ചെയ്യാൻ റെഡിയായ കണ്ടീഷനിലാണ് എന്ന് തായ്വാൻ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നു. ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കാം. നേരത്തെയുള്ള ഗവൺമെൻറ് ചൈനയ്ക്ക് എതിരായി ബ്രഹ്മോസിനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. നമുക്കും ചൈനയ്ക്കും ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ ബ്രഹ്മോസിനെ എടുത്ത് തായ്വാന് കൊടുക്കാൻ പാടില്ല എന്നൊരു ചോദ്യം. ബ്രഹ്മോസ് മാത്രം തായ്വാന്റെ പക്കലുണ്ടെങ്കിൽ ചൈനയെ കൊണ്ട് തായ്വാന്റെ അടുത്ത് ഒരു കപ്പൽ അയക്കാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കില്ല. ഒരേ ഒരു കപ്പൽ പോലും, ഒരു മിസൈൽ ബോട്ടിനെ പോലും ചൈനയെ കൊണ്ട് തായ്വാന്റെ പക്കലേക്ക് അയക്കാനേ സാധിക്കില്ല. കാരണം ലോകത്തിലെല്ലാവർക്കും അറിയാം ബ്രഹ്മോസ് എത്രത്തോളം ഡെഡ്ലി ആണെന്ന്, ബ്രഹ്മോസിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിനിടയിൽ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. നേരിട്ട് ചൈനയ്ക്കെതിരെ ഒരു ആയുധം കൊടുക്കുന്നു, അതും തായ്വാന് കൊടുക്കുന്നു എന്നുള്ളത് കേൾക്കാൻ നല്ലതായി തോന്നും. അതിനിടയിൽ ഇൻഡയറക്റ്റായി പൊളിറ്റിക്സ് ഒരുപാടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആ മിസൈൽ കൊടുക്കുകയാണെങ്കിൽ ചൈന നമ്മുടെ LIC ഭാഗത്ത് ഒരു പ്രഷർ നൽകും. ഇതിൽ നമ്മുടെ ഇന്ത്യക്കുള്ളൊരു പ്ലസ് പോയിന്റ്, നമ്മൾ ആദ്യം യുദ്ധത്തിന് തയ്യാറാകാത്ത പക്ഷം ചൈന വീണ്ടും ഈ LIC റീജിയണിൽ അരുണാചൽ ഭാഗത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം ചെയ്യാൻ തുടങ്ങിയാൽ ആ പ്രശ്നം പിന്നെ വലിയൊരു പ്രശ്നമാകുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു സമയത്ത് തായ്വാന് ഈ മിസൈൽ കൊടുക്കുകയും ചൈനയ്ക്ക് ഒരു പ്രഷർ കൊടുക്കുകയും ചെയ്താൽ വീണ്ടും നമുക്ക് ആ റീജിയൻസ് എല്ലാം റീക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവയെല്ലാം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആണ് ചെയ്യേണ്ടത്. ഒരു മിസൈൽ, അതും അമേരിക്കയ്ക്ക് അത്ര സൗഹൃദമുള്ള ഒരു നാടിന് ഇന്ത്യ കൊടുക്കുമോ എന്നുള്ളത് സംശയമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ തായ്വാനെ സംബന്ധിച്ച് തായ്വാനുള്ളിൽ ചൈന ചാരന്മാരുടെ അഴിഞ്ഞാട്ടം കൂടുതലാണ്. ഇതെല്ലാം ചിന്തിച്ച് മാത്രമേ ഇന്ത്യ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.